ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സൈഡിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന്. നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. കാർഡ്സ് ഷഫിൾഡ് ആണ്. നൈറ്റ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് സ്വാർഡ്സ്, തീർച്ചയായിട്ടും കിങ് ഓഫ് കപ്സ്, സ്ട്രെങ്ത്, സിക്സ് ഓഫ് സ്വാർഡ്സ്, പേജ് ഓഫ് പെൻഡക്കിൾസ്. എന്ത് കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? സിക്സ് ഓഫ് പെൻഡക്കിൾസ്, ബോട്ടം ഓഫ് ദി ഡെക്ക്. വോൺസ് വെച്ചിട്ട് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ അവരെന്ന് വന്ന് കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങൾ യാതൊരു ആക്ഷനും എടുക്കാതിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു ഒരു ആക്ഷൻ നിങ്ങളുടെ സൈഡിൽ നിന്നും അവർക്ക് വേണ്ടി ഉണ്ടാകണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് സ്വാർഡ്സും പേജ് ഓഫ് പെൻഡക്കിൾസും രണ്ടും തന്നെ വെച്ച് കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവർക്കൊരു മെസ്സേജ് അയക്കണം, ഒരു കോൾ ചെയ്യണം, നിങ്ങളുടെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്ന് അവരോട് പറയണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് അവിടെ വീണ്ടും നിങ്ങൾ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് പ്രകടിപ്പിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. യാതൊരു ആക്ഷനും എടുക്കുന്നില്ല, പക്ഷെ പരസ്പരം അറിയാം സ്നേഹമാണെന്ന്. അങ്ങനെയാണെങ്കിൽ അവരത് എക്സ്പ്രസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. പേജ് ഓഫ് പെൻഡക്കിൾസ് വീണ്ടും കോണ്ടാക്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ, മെസ്സേജ്, കോൾ, അങ്ങനെയൊക്കെ തന്നെയാണ് പേജ് ഓഫ് പെൻഡക്കിൾസും നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. സിക്സ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ പാടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണം. ലോങ് ഡിസ്റ്റൻസ് അല്ലാണെങ്കിൽ നിങ്ങൾ അവരെ വിട്ട് ദൂരെ പോയിരിക്കുകയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സ്ട്രെങ്ത് വെച്ച് കുറച്ച് ക്ഷമയോടെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. അവരുടെ പ്രശ്നങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. സിക്സ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുമായി അവർക്ക് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം. മനസ്സിലായില്ലേ? അവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിങ്ങളും ഒരു പങ്ക് വഹിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സ്നേഹം തന്ന സ്നേഹം കൈപ്പറ്റണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി ഒരു റിലേഷൻഷിപ്പിൻ്റെ ബാലൻസിനെയും കൂടി സൂചിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഇംബാലൻസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊരു ബാലൻസിൽ എത്തിക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ.